എല്ലാവർക്കും നമസ്കാരം. ദേവീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് വളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. നമ്മുടെ വീട്ടാവശ്യത്തിന് ഉണ്ടാക്കുന്ന പച്ചക്കറിക്ക് വ്യവസായ രീതിയിലൊന്നുമല്ല, നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി നടുമ്പോൾ അതിന് ചേർക്കുന്ന വീട്ടിൽ തന്നെ സീറോ ബഡ്ജറ്റിൽ ഉണ്ടാക്കാവുന്ന വളമാണ് ഞാൻ കാണിക്കുന്നത്. അതിന് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുക വേണ്ട. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ മേടിക്കണം. കാരണം അതില്ല നമ്മുടെ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും മേടിച്ച് അത് അടിവളമായിട്ട് നമ്മൾ കിട്ടണം. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടിയും ചേർത്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വളവും കൂടിയും ചേർത്താൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിക്കുള്ള വളമായി. അത് നമ്മൾ വീട്ടിൽ തന്നെ അതാത് ദിവസം ഉണ്ടാകുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ട്, ഉള്ളിയുടെ തൊലി, അതുമാതിരി പച്ചക്കറിയുടെ തൊണ്ട് കളയുമ്പോൾ അതെല്ലാം എടുത്തു വച്ച് നമ്മൾ വളമാക്കി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വളം ഉണ്ടാക്കുന്ന പാത്രം ഇതാണ്. നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഇത് കിട്ടിയത് 3 ഇങ്ങനത്തെ ബിൻ കിട്ടും. 180 രൂപ കൊടുത്തേച്ചാൽ മതി. അപ്പം അത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാവണ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് അല്ലെങ്കിൽ പെയിൻറ്റ് വാങ്ങുന്ന ബക്കറ്റ് അതൊക്കെ മതി. നമുക്ക് ഒരു ചെറിയ 5-6 തോളൊക്കെ ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇത് മേടിക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെ ചെയ്താലും മതി. അത് കൊണ്ടുവന്ന് നമ്മളിങ്ങനെ വച്ചിട്ട്, അപ്പം നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അതാത് ദിവസമുള്ളത് നമ്മൾ ഇതിലിട്ട് വെച്ചാൽ മതി. അത് ഇട്ട് വെക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്നലെ ഇട്ട് വെച്ചേക്കണം. ഇന്നലത്തെ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റാണ് ഇത്. ഇന്ന് കറിക്ക് കഴിഞ്ഞ വേസ്റ്റ് രാവിലെ കഴിഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇട്ട് കൊണ്ടുവന്നതാണ്. ഇതിങ്ങനെ ഇടുക. ഇതിലൊരു മണോ അല്ലെങ്കിൽ പുഴോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി വേറൊരു സാധനം ചേർക്കണം. ഇത് ഇനാക്കുലം എന്ന് പറഞ്ഞൊരു സാധനമാണ്. ചകിരിച്ചോറും നമുക്കിത് കമ്പോസ്റ്റ് ആവാനായിട്ട് ഉള്ള ബാക്ടീരിയ ഉള്ളതാണ്. ഈ സാധനം ചേർത്താൽ ഒരു പുഴോ മണോ ഒന്നും വരില്ല. നമുക്കിത് വീടിനോട് അടുക്കളയോട് ചേർത്ത് തന്നെ വയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അടുക്കളയുടെ അടുത്ത് തന്നെയാണ്, ഒരു മണമൊന്നുമില്ല. അതിങ്ങനെ മുകളിൽ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കുറച്ചിട്ടാൽ മതി. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ വയ്ക്കുക. പിറ്റേ ദിവസം തന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് ഇടുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത്തിരി ഇടുക. അങ്ങനെ ഓരോ ദിവസത്തെയും പച്ചക്കറിയുടെ വേസ്റ്റ് നമുക്കിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള വളം കിട്ടും. നമ്മുടെ വീട്ടിലെ വേസ്റ്റും വലിച്ചെറിയണ്ട, പറമ്പിലേക്ക് അല്ലെങ്കിൽ വല്ലയിടത്തേക്കൊക്കെ വലിച്ചെറിയണ്ട, പുറത്ത് കൊണ്ടുപോയി ആൾക്കാർ കവറിലൊക്കെ ആക്കി കളയണ്ട. നമുക്ക് നമ്മുടെ വീട്ടിൽ 10-20 ഗ്രോ ബാഗിൽ നമ്മൾ പച്ചക്കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തൈ വെച്ച് കഴിഞ്ഞാൽ അതിനിടാനുള്ള വളവുമാവും, നമ്മുടെ വേസ്റ്റും വലിച്ചെറിയാണ്ട് നമുക്ക് അത് സേഫായിട്ട് വളമാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് വളമായത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഏറ്റവും അടിയിലത്തെ ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഏറ്റവും അടിയിലത്തെ വളമായിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് എടുത്തിട്ട് ഇത് അടിയിലേക്ക് വെച്ചിട്ട് മുകളിലേക്ക്. അങ്ങനെ ഇത് 2 എണ്ണം നിറഞ്ഞു കഴിയുമ്പോഴത്തെ അടിയിലത്തെ വളമായിട്ടുണ്ട് എന്തായാലും. അപ്പം അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. നനയരുത്. നനയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നനയാത്ത സ്ഥലത്ത് ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിപ്പ മാതിരി അടപ്പിൻ്റെ അവിടെയൊക്കെ ഉണ്ടാ അരിപ്പ മാതിരിയാണ്. വെള്ളം വീഴരുത്. അതുമാതിരി വെള്ളമുള്ള ഒരു വേസ്റ്റും ഇടരുത്. ഞാൻ ഇത് പച്ചക്കറിയുടെ വേസ്റ്റ് മാത്രം ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ചോറോ, എല്ലാവരും പറയും ചോറിൻ്റെ ബാക്കി വെള്ളമില്ലാത്തത് ചേർക്കാം, അതുമാതിരി മീൻ, ഇറച്ചി അതിൻ്റെയൊക്കെ ഇടാമെന്ന്. ഞാൻ അതൊന്നും ഇടാറില്ല. ഈ പട്ടിയുടെ ശല്യവും അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇടില്ല. ഇത് പച്ചക്കറിയുടെ വേസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ പച്ചിലകൾ ഇട്ട് കൊടുക്കാം. ശീമക്കൊന്നയുടെ ഇലയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല വളമുള്ള അതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇറച്ചി, മീൻ, മുട്ട അല്ലെങ്കിൽ വീട്ടിലെ നമ്മൾ വച്ച ആഹാര സാധനങ്ങളൊന്നും ഞാൻ ഇതിലിടാറില്ല. എല്ലാവരും പറയണത് അതൊക്കെ ഇടാമെന്നാണ് പറയണേ. പക്ഷേ ഞാനങ്ങനെ ഇടാറില്ല. നമ്മളതൊക്കെ പുറത്താണ് വെച്ചാണ്. പട്ടിയുടെ ശല്യമൊക്കെ ഉണ്ടാവില്ലേ, വലിച്ചൊക്കെ താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചക്കറി മാത്രമാണ് ചെയ്യണത്. അപ്പോൾ ഇത് എങ്ങനെയാണ് വളമായേക്കണത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇതിന് മുമ്പുള്ളതാണ് കേട്ടോ. ഇത് മുകളിലത്തെ ഇത് നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മുകളിലത്തെ വെച്ചത്. അപ്പോൾ അതാണിത് രണ്ടാമത്തെ വേസ്റ്റ്. ഇത്ര ആയിട്ടുണ്ട് കേട്ടോ വേസ്റ്റ്. ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് പേപ്പറൊക്കെ ഇട്ട് നോക്കി കുഴപ്പമൊന്നുമില്ല കേട്ടോ. പ്ലാസ്റ്റിക് വരരുത്. ഇതാണ് ഏറ്റവും അടിയിലത്തെ കണ്ടാ, നല്ല വളമായിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളിനി ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കണേ വളം. നല്ല വളമായില്ലേ നോക്കി. അപ്പോൾ കണ്ട. അപ്പോൾ ഇത് ഞാൻ ഇട്ട് ഒരു തൈ വയ്ക്കണേ ഞാൻ കാണിച്ചു തരാം. ഞാനെങ്ങനെയാണ് ചെയ്യണേന്ന്. ഇതിങ്ങനെ നമുക്ക് കോരി
ഇങ്ങനെ എടുക്കാം. കണ്ട, ഇത് വെള്ളമൊന്നുമില്ല. കണ്ട, നല്ല വളമാണിത്. അപ്പോൾ ഇതുമാതിരി നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാണ് പച്ചക്കറിയുടെ വേസ്റ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വലിച്ചെറിയാണ്ട് ഇങ്ങനൊരു പാത്രം, നമുക്ക് പാത്രം മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് അല്ലെങ്കിൽ പെയിൻറ്റ് ബക്കറ്റൊക്കെ ഇല്ലേ, അങ്ങനത്തെ 3 എണ്ണം മേടിച്ച് മുകളിൽ വെച്ച് തുളയിട്ട് കൊടുക്കുക. അവിടെ ഇവിടെയൊക്കെ തുളയിട്ട് കൊടുക്കുക, അതിൻ്റെ എയറൊക്കെ പോകാനായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുമാതിരി കണ്ട വലിയൊരു പുഴുവോ അല്ലെങ്കിൽ ഉറുമ്പോ പ്രാണിയോ ഒന്നുമില്ല. നമുക്ക് സുന്ദരമായിട്ട് വളം ഉണ്ടാക്കാം. അപ്പം എല്ലാവരും ഇതുമാതിരി വളം ഉണ്ടാക്കി 10-20 ഗ്രോ ബാഗ് വെച്ച് പച്ചമുളക് അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ, വെണ്ടയ്ക്കൊക്കെ നല്ലതാണിത്, ഉണ്ടാക്കി എല്ലാവരും ഉപയോഗിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.